അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മക്കളെ എന്തൊക്കെ വർത്താനം? നല്ല സുഖല്ലേ, റാഹത്തല്ലേ, സന്തോഷമല്ലേ? ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് എന്താവാ തജ്വീദിലെ 4ാമത്തെ പാഠടിക്ക് അൽ ഹാ ഉ. നമ്മളിന്ന് പഠിക്കാൻ പോണത് ആഹുകളെ പറ്റി. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതെങ്ങനെ കെട്ടിലാഹകളുണ്ടല്ലേ, ഒരുപാട് ഇങ്ങനെ കെട്ടിലാഹകളുണ്ട്. ഈ കെട്ടിലാഹ് ചിലപ്പോൾ അത് ഇങ്ങനെ വരും. ഇതാണ്ട ഇങ്ങനെ വട്ടപ്പൂജയായിട്ട്. ചിലപ്പോൾ അതെങ്ങനെ വരിക, ഇതാ ഇങ്ങനെ ഹാത്ത എന്ന് പറയുന്ന രൂപത്തിൽ മുകളിൽ 2 കുത്തിട്ടിട്ട് ഹാത്ത ആയിട്ടും വരും. എന്തായാലും അങ്ങനെയൊക്കെ വരും അല്ലേ? ഇൻഷാ അല്ലാഹ്. നമ്മളെന്തായാലും ഇന്ന് പഠിക്കാൻ പോണത് ഈ ആഹുകളെ പറ്റിയിട്ടാണ്. നിങ്ങളെല്ലാവരും റെഡി അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഈ ആഹുകൾ നമ്മൾ പഠിക്കാൻ പോണത് ഈ ആഹുകൾ 3 ആഹുകളാണുള്ളത്. 1 ആഹു തഅനീസ്, 2 ആഹു സക്കത്ത, 3 ആഹു ലൊമീർ. ഒന്ന് പറഞ്ഞു നോക്കി. 1 ആഹു തഅനീസ്, പിന്നെ ആഹു സക്കത്ത, പിന്നെ ആഹു ലൊമീർ. ആഹു തഅനീസ് സക്കത്ത ലൊമീർ, തഅനീസ് സക്കത്ത ലൊമീർ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി പിന്നെ മക്കൾ നോക്കണേ, ആഹു തഅനീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതേപോലെ അൽ കാരിഅതു മൽ കാരിഅ. അവിടെ നോക്കി, ഈ താ കണ്ടോ, ഈ താ നോക്കി നോക്കി, അതൊക്കെ എന്താണ്? ആഹു തഅനീസിന് ഉദാഹരണമാണ് അല്ലേ? അത് അൽ ആഷിയ, അവിടെ നോക്കി നിങ്ങൾ, അത് ആഹു തഅനീസിന് ഉദാഹരണമാണ്. ഫാക്കിഹത്ത്, അവിടെ നോക്കി നിങ്ങൾ, ആഹു തഅനീസിന് ഉദാഹരണമാണ്. മഖ്ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. ഈ ആഹു തഅനീസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നിർത്തുന്ന സമയത്ത് ആഹായിട്ടും കൂട്ടി ഓതുന്ന സമയത്ത് ത ആയിട്ടുമാണ് ഉച്ചരിക്കേണ്ടത്. പിന്നെ മക്കൾ നോക്കി, അൽ കാരിഅതു മൽ കാരിഅ. ഈ ഫസ്റ്റത്തെ അൽക്കാരിയനെ 2ാമത്തെ മൽക്കാരിയുമായിട്ട് കൂട്ടി ഓതിയപ്പോൾ ആ ത അൽക്കാരിഅതു മൽക്കാരിയ ത ആയിട്ടാണ് പറഞ്ഞത് അല്ലേ? അൽക്കാരിഅതു മൽക്കാരിയ ത ആയിട്ടല്ലേ പറഞ്ഞേ? ആണ്. ഇനി നിർത്തുന്ന സമയത്ത് ആയിട്ട് പറയണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ നിർത്തി നോക്കാം. ഇവിടെ അൽക്കാരിയ എന്നിടത്ത് നമുക്ക് നിർത്തി നോക്കാം, ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അൽക്കാരിയ എങ്ങനെ നിർത്തണ്ടേ? അൽക്കാരിയ. മറ്റേ ആ തായിനെ ആയിട്ട് നമ്മൾ നിർത്തണം. അതുപോലെ തന്നെ അൽ ഹത്താക ഹദീസുൽ ഗാശിയ. ആണ് എന്ന് പറയുന്നുണ്ടല്ലോ സ്ഥായി, അതാണ് ആയിട്ട് നിർത്തുന്ന സമയത്ത് ആയിട്ടും കൂട്ടി ഓതുന്ന സമയത്ത് ത ആയിട്ടുമാണ് ഉച്ചരിക്കേണ്ടത്. റെഡി? മനസ്സിലായല്ലോ? വഫാകിഹത്തിൻ കസീറ. ഇവിടെ ഈ ഒരു ഉദാഹരണത്തിന് 2നും ഉദാഹരണമുണ്ട്. ഫാക്കിഹത്തിനെ കസീറത്തിലേക്ക് എന്തായപ്പോൾ, ഫാക്കിഹത്തിനെ നമ്മൾ കസീറത്തിലേക്ക് നമ്മൾ കൂട്ടി ഓതിയപ്പോൾ ഫാക്കിഹത്തിൻ കസീറ എന്നാണ് പറഞ്ഞത്. തിൻ കസീറ. ഇനി നമ്മൾ നിർത്തുന്ന സമയത്ത് ആയിട്ട് ഉച്ചരിക്കും. വഫാക്കിയ ആയിട്ടാണ് നമ്മൾ ഉച്ചരിക്കുക. പിന്നെ മക്കൾക്ക് മനസ്സിലായല്ലോ? ഉണ്ടോ ഇവിടെ? അപ്പം എന്താ നമ്മളിപ്പോൾ പറഞ്ഞേ? ആഹു തഅനീസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. നിർത്തുന്ന സമയത്ത് ആയിട്ടും കൂട്ടി ഓതുന്ന സമയത്ത് ത ആയിട്ടുമാണ് ഉച്ചരിക്കുക. ഉദാഹരണം അൽ കാരിഅതു മൽ കാരിയ. ത എന്നാണ് ഞാൻ പറഞ്ഞു. അൽ കാരിയത്തിന് ഫസ്റ്റത്തെ അൽ കാരിയത്തിനെ 2ാമത്തെ മൽക്കാരിയത്തിലേക്ക് ചേർത്തി ഓതിയപ്പോൾ അൽ കാരിഅതു മൽ കാരിയ. ഇനി നമുക്ക് ഫസ്റ്റത്തെ അൽ കാരിയൻ്റെ അവിടെ നിർത്താം. അൽ കാരിയ. നിർത്തുന്ന സമയത്ത് താഹിനെ ആയിട്ടുമാണ് ഉച്ചരിക്കേണ്ടത്. കൂട്ടുന്ന സമയത്ത് ആഹിനെ ത ആയിട്ടും നിർത്തുന്ന സമയത്ത് ആയിട്ടും. ഓക്കെ അല്ലേ? ആഹു തഅനീസ് പിടുത്തം കിട്ടിയില്ലേ? അൽ കാരിഅതു മൽ കാരിയ, നിർത്തുന്ന സമയത്ത് അൽ കാരിയ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അവസാന ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ആഹു സക്കത്ത് ഒന്നുമില്ല, പഠിക്കാനൊന്നുമില്ല, സിമ്പിളാണ്. ആഹുസക്കത്ത് എപ്പോഴും സുക്കൂനായിരിക്കും. ആഹുസക്കത്ത് എപ്പോഴും എന്തായിരിക്കും? സുക്കൂനായിരിക്കും. സുക്കൂന്, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പഠിക്കാനില്ല. മാഹിയ, ഇഖ്തദിയ, മാലിയ, ഹിസാബിയ, കിതാബിയ. ആഹുസക്കത്ത് എപ്പോഴും എന്തായിരിക്കും? സുക്കൂനായിരിക്കും. നോക്കിയൊക്കെ ഇതിൽ നോക്കിയൊക്കെ അല്ലേ? സുക്കൂനല്ലേ? എപ്പോഴും സുക്കൂനായിരിക്കും. അപ്പോൾ ആഹുസക്കത്ത് എപ്പോഴും എന്തായിരിക്കും? സുക്കൂൻ ആയിരിക്കും. ഇനിയാണ് നമ്മൾ താരം ആഹു ലൊമീർ.
ഇനിയാണ് നമ്മൾ താരം ആഹുലോമിയർ. ആഹുലോമിയർ നല്ല സിമ്പിളാണ് പഠിക്കാൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ല സിമ്പിളാട്ടോ. ഷാൾ ശ്രദ്ധിച്ചു വളരെ. ഞാൻ ഇടയിൽ ചോദ്യം ചോദിച്ചുട്ടാ, നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കി ഒരു അത്ഭുതം കാട്ടിത്തരാം. ആഹുലോമിയർ നോക്കിയിട്ടോ. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിക്കണേ, ആഹുലോമിയർ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി പാടും. ആഹുലോമിയർ ഓക്കെ. ഒന്നാമത്തെ ഉദാഹരണം എന്താ? ലഹു മാഫിസ് സമാവാത്തി. ഫസ്റ്റ് ആഹുലോമിയറിനെ പറ്റി ഉസ്താദ് ഒന്ന് പറയാം. ആഹുലോമിയറെ ശ്രദ്ധിക്കണേ. ആഹുലോമിയർ ഇതാണല്ലോ ആഹുലോമിയർ. ആഹുലോമിയർ പറയുമ്പോൾ നമ്മൾ ലൊമീറുകളെ പറ്റി പഠിച്ചല്ലോ. കിതാബുഹു, കിതാബുഹുമ, കിതാബുഹും, അങ്ങനെയൊക്കെ 4ാം ക്ലാസ് പഠിച്ച ഓർമ്മ ഉണ്ടോ? ആ ലൊമീറിനാണ് ഈ ലൊമീറും. എന്തായാലും നോക്കി, ആഹുലോമിയറിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ തജ്വീദിൽ പഠിക്കുമ്പോഴുള്ളൊരു പ്രത്യേകത, ആഹുലോമിയറിൻ്റെ മുമ്പോ ശേഷമോ സുക്കൂൻ പറഞ്ഞ സാധനം വന്നിട്ടില്ലെങ്കിൽ ആഹുലോമിയറിനെ നീട്ടണം. ആഹിൻ്റെ മുമ്പോ ശേഷമോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വന്നാൽ മതി, എന്നാൽ നീട്ടരുത്. എവിടെയെങ്കിലും വന്നാൽ നീട്ടരുത്. ഒന്നെങ്കിൽ ശേഷം മാത്രം വന്നു, അല്ലെങ്കിൽ മുമ്പ് മാത്രം വന്നു, അല്ലെങ്കിൽ രണ്ടോടത്തും വന്നു, എന്നാൽ നീട്ടരുത്. സുക്കൂൻ നിങ്ങൾ ആഹുലോമിയറിൻ്റെ അപ്പുറം ഒരു ആഹുലോമിയറിനെ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ബാക്കൊക്കെ നോക്കുക, പിന്നെ അങ്ങോട്ട് മുന്നോട്ട് നോക്കുക. അപ്പോൾ രണ്ടിടത്തേക്ക് നോക്കിയപ്പോഴും സുക്കൂൻ നിങ്ങൾ കണ്ടില്ലേ? സുക്കൂൻ കാക്കാനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇന്ന് ആഹുലോമിയർ നിങ്ങൾ നീട്ടിക്കോളി, അല്ലെങ്കിൽ അടിയാണ് കിട്ടും. സുക്കൂൻ കാക്കാനെ കണ്ടിട്ടില്ലെങ്കിൽ ആഹുലോമിയറിനെ നീട്ടണം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഉദാഹരണം നോക്കി. ഉദാഹരണത്തിൽ നമുക്ക് ശരിക്കും കാണാൻ കഴിയും. നോക്കി, ആഹുലോമിയറിൻ്റെ പ്രത്യേകത നോക്കി. ഉസ്താദ് എന്താ പറഞ്ഞേ? ആഹുലോമിയറിൻ്റെ മുമ്പോ ശേഷമോ എവിടെ നിങ്ങൾക്ക് സുക്കൂൻ കാക്കാൻ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ആഹുലോമിയർ നിങ്ങൾ നീട്ടണം. നമുക്ക് ഫസ്റ്റത്തെ ഉദാഹരണം നോക്കട്ടെ. ഫസ്റ്റത്തെ ഉദാഹരണം നോക്കി. ആഹുലോമിയർ നിങ്ങൾ കണ്ടുപിടിച്ചോ? അതാ റോസ് കളറിൽ. അതിന് മുമ്പ് സുക്കൂൻ കാക്ക ഉണ്ടോ? ഇല്ല. ശേഷം സുക്കൂൻ ഉണ്ടോ? സുക്കൂൻ പറഞ്ഞ ഈ വട്ടപ്പൂജ്യം ഉണ്ടോ? അല്ലേ? സുക്കൂൻ പറഞ്ഞ തത്തട്ടോ ഈ സാധനം സുക്കൂന് അല്ലേ? അതുണ്ടോ? ഇവിടെ ഉണ്ടോ? ഇതിലുണ്ടോ? ഇല്ല. അപ്പം ഈ ആഹുലോമിയറിന് ഒരു അലിഫിൻ്റെ കദർ നീട്ടണം. അപ്പം എങ്ങനെ? ലഹുമാഫി. ലഹുമാഫി ഇങ്ങനെ പറയാൻ പറ്റില്ല. ലഹുമാഫി അങ്ങനെ പറയാൻ പറ്റില്ല. ലഹുമാഫി സമാവാത്തി. ലഹുമാഫി ഒരു കദർ, ഒരു അലിഫ് കദർ നീട്ടണം. അപ്പോൾ ലഹുമാഫി സമാവാത്തി ആ പറയാൻ പറ്റില്ല. ലഹുമാഫി സമാവാത്തി അങ്ങനെ തന്നെ പറയണം. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കി. വബിഹി യസ്തഅ്ജിലൂൻ. അവിടെ ആഹുലോമിയറിനെ കണ്ടെത്തി. ആഹുലോമിയറിനെ കണ്ടു. അതിന് മുമ്പേ ശേഷം സുക്കൂൻ കാക്ക ഉണ്ടോ നോക്കി? ഇല്ല. അല്ലേ? ആഹുലോമിയറിന് മുമ്പ് ബി എന്നാണ്, ആഹുലോമിയറിന് ശേഷം യാ എന്നാണ്, സുക്കൂനില്ല. അപ്പോൾ അവിടെ ഒരു അലിഫ് കദർ നീട്ടണം. വബിഹി യസ്തഅ്ജിലൂൻ അല്ല, വബിഹി യസ്തഅ്ജിലൂൻ. ഖുറാനിൽ എന്താവും? ഇങ്ങനെ ഒരു അടയാളമൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഖുറാനിൽ ഇങ്ങനെ നീട്ടാൽ ഒരു ചെറിയ അടയാളം കാണിക്കും. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഇനി നോക്കി, ലഹുൽ മുൽക്കു. അവിടെ ആഹുലോമിയറെ കണ്ടെത്തി. നിങ്ങൾ ആഹുലോമിയറിനെ കണ്ടെത്തിയതിന് ശേഷം അവിടെ ഒരു സുക്കൂനുണ്ട്. ആഹുലോമിയറിന് മുമ്പ് ശേഷം സുക്കൂനുണ്ട്. അപ്പോൾ അവിടെ നീട്ടണ്ട, ലഹുൽ മുൽക്കു എന്ന് പറഞ്ഞാൽ മതി. ഇനി അനുഹുത്തലഹ. അവിടെ നോക്കി നിങ്ങൾ, അനുഹുത്തലഹ. അവിടെ ആഹുലോമിയറിന് മുമ്പ് സുക്കൂൻ കാക്കനെ കണ്ടെത്തി അല്ലേ? ആഹുലോമിയറിന് മുമ്പ് സുക്കൂൻ കാക്കണ്ട്. അൻഹു ന്. അപ്പോൾ ആഹുലോമിയറിന് മുമ്പ് സുക്കൂൻ കാക്കനെ കണ്ടെത്തിയാൽ നീട്ടണ്ട. അനുഹുത്തലഹ പറയണോ? വേണ്ട. ഇനി വ ഇലൈഹിൽ മസീർ. അവിടെ നോക്കി, ആഹുലോമിയറിന് മുമ്പ് ശേഷം സുക്കൂൻ കാക്കണ്ട്. രണ്ടോടത്തുണ്ട്, എന്നാലും നീട്ടണ്ട. വ ഇലൈഹിൽ മസീർ അല്ലേ? വ ഇലൈഹിൽ മസീർ അല്ലെ? വ ഇലൈഹി അൽ മസീർ അങ്ങനെ പറയണോ? വേണ്ട. അപ്പം എന്താ പറഞ്ഞേ? ആഹുലോമിയറിന് മുമ്പോ ശേഷം എവിടെയെങ്കിലും ഒന്ന് സുക്കൂൻ കാക്കാനെ കണ്ടാൽ നിങ്ങൾ നീട്ടിക്കോളി, ഒരു അലിഫ് ഖദർ നീട്ടിക്കോളി. എവിടെയും കണ്ടിട്ടില്ലെങ്കിൽ സുക്കൂൻ കാക്കാനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, എവിടെയും സുക്കൂൻ കാക്കാനെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു അലിഫ് ഖദർ നീട്ടിക്കോളി. കണ്ടു കഴിഞ്ഞോ? എവിടെ? മുമ്പോ മാത്രം, അല്ലെങ്കിൽ ശേഷം മാത്രം, അല്ലെങ്കിൽ രണ്ടോടത്തോ അല്ലേ? മുമ്പ് മാത്രമല്ല, ശേഷം മാത്രമാണ് ഈ ലഹുൽ മുൽക്കു. ഇനി മുമ്പ് മാത്രമുള്ളതാണ് അനുഹുത്തലഹ. രണ്ടോടത്തുള്ളതിനാണ് വ ഇലൈഹിൽ മസീർ. നിങ്ങൾ ശ്രദ്ധിച്ചാ അല്ലേ? രണ്ടോടത്തുള്ളതാണ് വ ഇലൈഹിൽ മസീർ അല്ലേ? അതിന് മുമ്പ് ശേഷം സുക്കൂനുണ്ട്. അനുഹുത്തലൻ്റെ അവിടെ മുമ്പ് മാത്രമേ സുക്കൂനുള്ളൂ. ലഹുൽ മുൽക്കിൻ്റെ അവിടെ അതിന് ശേഷം മാത്രമേ സുക്കൂനുള്ളൂ അല്ലേ? എന്തായാലും സുക്കൂൻ കാക്കാൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നീട്ടരുതേ. സുക്കൂൻ കാക്കാനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ കണ്ടില്ല, കുറേ തപ്പി കണ്ടിട്ടില്ലെങ്കിൽ അല്ലേ? ഇതുപോലെ വബിഹി യസ്തഅ്ജിലൂൻ. ഹി കഴിഞ്ഞിട്ട് മുമ്പ് ബി എന്നാണ്, യാ എന്നാണ്.
ലഹൂനിലെടുത്ത ലാ എന്നാണ് മാ എന്നാണ്. അവിടെ നിന്ന് സുക്കൂൻ കാക്കാൻ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നാ നീട്ടിക്കോളി. ലഹൂമ ലഹൂമ ബിഹിയ ബിഹിയ. മാഷാ അല്ലാഹ്. ഇത്ര നമ്മൾ പഠിക്കണല്ലോ. എന്താ ഇപ്പം നമ്മൾ പറഞ്ഞ 3 ആഹുകളാണുള്ളത്. ഒന്ന് ആഹുത്തനീസ്, ആഹുസക്കത്ത, ആഹുല്ലൊമീറെ. ആഹുത്തനീസിൻ്റെ പ്രത്യേകത എന്താ? ആഹുത്തനീസ് നിർത്തുന്ന സമയത്ത് ഹാ ആയിട്ടും കൂട്ടി ഓതുന്ന സമയത്ത് ത ആയിട്ടുമാണ് ഉച്ചരിക്കുക. ഉദാഹരണം അൽക്കാരിയത്തു അൽക്കാരിയ അല്ലേ, തൂ എന്നാ പറഞ്ഞത്. ഇനി അവിടെ നമുക്ക് നിർത്താം. അൽക്കാരിയൻ്റെ അവിടെ നിർത്തി വെക്കാം. അൽക്കാരിയ അല്ലേ, അൽക്കാരിയ. ഇതുപോലെ ഹയ്യാല സ്വലാഹ്. നിങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഹയ്യാല സ്വലാത്ത് എന്നാണ് ശരിക്ക്. ഈ ത ഉണ്ടല്ലോ, അത് തൈനീസിൻ്റെ ത. അപ്പോൾ നിർത്തുന്ന നമ്മൾ ഹയ്യാല സ്വലാഹ് നിർത്തല്ല ചെയ്യൽ. നിർത്തുന്ന സമയത്ത് ആയിട്ടാണ് ഉച്ചരിക്കുക. ഹയ്യാല സ്വലാഹ്. ഇനി കൂട്ടിയതാണെങ്കിലോ ഹയ്യാല സ്വലാത്തി ഹയ്യാല സ്വല അല്ലേ. കൂട്ടിയ സമയത്ത് ത ആയിട്ട് നിർത്തുന്ന സമയത്ത് ഹാ ആയിട്ടുമാണ് ഇത് ഉച്ചരിക്കുക. രണ്ടാമത്തെ ആഹ് നമ്മൾ പഠിച്ചത് ആഹുല്ലൊമീർ, ആഹു സക്കത്തയാണ്. ഒന്നുമില്ല, എപ്പോഴും സുക്കൂനായിരിക്കും. അത്ര ഉള്ള അതിൽ പഠിക്കാൻ. മാഹിയ അല്ലേ, ഹിസാബിയ അതൊക്കെ പോലെ. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചത് ആഹുല്ലൊമീറാണ്. എന്താ ആഹുല്ലൊമീറിൻ്റെ പ്രത്യേകത? ആഹുല്ലൊമീറിൻ്റെ മുമ്പോ ശേഷമോ അല്ലെങ്കിൽ മുമ്പ് മാത്രമോ അല്ലെങ്കിൽ ശേഷം മാത്രമോ സുക്കൂൻ വന്നു കഴിഞ്ഞാൽ അതിനെ നീട്ടരുത്. സുക്കൂനില്ലെങ്കിൽ അതിനെ നീട്ടിക്കോണം. സുക്കൂനില്ലെങ്കിൽ അതിനെ നീട്ടിക്കോണം. ഇത്ര ഇതിൽ പഠിക്കാനുള്ളൂ. പിന്നെ മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഇന്ന് പ്രസൻറ്റിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഉസ്താദ് ചോദിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാ. ഉസ്താദ് ചോദിക്കാൻ കേട്ടോ, ചോദിക്കട്ടെ. നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ. ഉസ്താദ് ഇവിടെ 2 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഏതൊക്കെ? ഒന്ന് വലികുല്ലി വിജഹത്തുൻ ഹുവ മുവല്ലിഹ. ഇവിടെ നിങ്ങൾ ഈ ഒരു താ കണ്ടോ? ഈ താ കണ്ടോ? ഈ താ എന്ത് താ ആണ്? അത് നിങ്ങൾ പറയണം. ഈ വജഹത്തു നിലിത്ത താ എന്താണ്? എന്ത് താ ആണ്? ഏത് ഹാ ആണ്? ഹാത്ത ആണ്? ഏത് ഹാണ്? ഔ തനീസാണോ? ഔ സക്കത്തയാണോ? ഔ ലൊമീറാണോ? പിന്നെ ഇവിടെ യാരിഫൂനഹു എന്നുള്ളത് കണ്ടോ? നിങ്ങൾ യാരിഫൂനഹു ഹു കണ്ടോ? ആ ഹു ഏത് ഹാ ആണ്? അതും പറയണം. എന്നിട്ട് എന്ത് പറയണം? ഇവിടെ നീട്ടേണ്ടാണോ നീട്ടേണ്ടാത്തതാണോ? യാരിഫൂനഹുവിൻ്റെ അടുത്ത് യാഹ് നീട്ടേണ്ട ആഹാണോ നീട്ടേണ്ടാത്ത ആഹാണോ? അപ്പം എന്താ വാഹിന് മുമ്പും ശേഷം നോക്കുക. എന്തോ ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ എന്ത് പറയണം? അതിന് കാരണസാധ്യത പറയണം. നീട്ടണം എന്ന് പറയാൻ എന്താ കാരണം എന്ന് പറയണം. നീട്ടണ്ട എന്ന് പറയാൻ എന്താ നിങ്ങൾ കാരണം പറയണം. യാരിഫൂനഹു ഇറക്കണം. നീട്ടണമെങ്കിൽ എന്താ കാരണം? യാരിഫൂനഹു കാമ നീട്ടണ്ടേ എന്നാൽ നീട്ടണമെങ്കിൽ എന്താ കാരണം? ഇത്ര പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഉസ്തങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുന്ന ഉസ്താദിന് മനസ്സിലാവുകയും ചെയ്യും. നിങ്ങൾക്ക് പ്രസൻറ്റ് കേട്ടോ. നല്ല മക്കളല്ലേ? ആയിക്കോട്ടെ. ഉസ്താദ് പോവാണ് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.